നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നീ വരണം, നീ എന്നെ വിളിക്കണം, നീ സഹായിക്കണം, നീ സഹായിക്കണ്ട, നീ വിളിക്കണ്ട, നീ എന്റെ കൂടെ വരണ്ട. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ സംസാരിക്കാറുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 38ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലേ ലിസ്റ്റിൽ എല്ലാ ക്ലാസ്സും ഓർഡർ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. നീ പഠിക്കണം എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? യു ഷുഡ് സ്റ്റഡി, നീ പഠിക്കണം. അതുപോലെ തന്നെ യു മസ്റ്റ് സ്റ്റഡി, നീ പഠിക്കണം. രണ്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും എന്ന് പറയുന്നത് ചെറിയ മാറ്റമുണ്ട്. ഇപ്പൊ യു ഷുഡ് സ്റ്റഡി എന്ന് പറയുന്നത് നീ പഠിക്കണം എന്ന് സാധാരണ രീതിയിൽ പറയാം. പക്ഷെ യു മസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നീ പഠിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. നിർബന്ധമായിട്ടും അത് ചെയ്യണം. മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മസ്റ്റ് ഉപയോഗിക്കുക. കൂടുതലായിട്ടുള്ള ഉദാഹരണ സഹിതം പറയുമ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ട് ഇതിന്റെ സാഹചര്യവും അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്ട്രക്ചർ ആദ്യം എന്ന് പറയുന്നത് യു ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നീ പഠിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം യു ചേർക്കുക, രണ്ടാമത് ഷുഡ് ചേർക്കുക, അതല്ലെങ്കിൽ മസ്റ്റ് ചേർക്കാവുന്നതാണ്. പിന്നെ എന്താണോ പ്രവൃത്തി അത് ചേർത്ത് കൊടുക്കുക. ഷുഡും മസ്റ്റും എന്ന് പറയാനുള്ള വ്യത്യാസം, ഷുഡ് ആവുമ്പോൾ നീ ചെയ്യണം, നോർമലായിട്ട് നീ ചെയ്യണം എന്ന് പറയുന്നത്. മസ്റ്റ് ആവുമ്പോൾ നല്ല ഉറപ്പോടുകൂടെ നീ ഉറപ്പായിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻറ്റ്. കൃത്യമായിട്ട് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടാതെ ഇതിന്റെ സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, അതുപോലെ തന്നെ പണ്ട് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടുമല്ല പറയുന്നത്. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിലും വരുന്ന ഒരു സമയത്ത് എന്ന് പറയുന്നത് നീ അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയാണ് ഇത് പറയുന്നത്. നീ പഠിക്കണം, നീ വിളിക്കണം, നീ സഹായിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. ഈ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. നീ വിളിക്കണം എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? യു ഷുഡ് കോൾ, നീ വിളിക്കണം. അവൾ സഹായിക്കണം എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഷുഡ് ഹെൽപ്പ്, അവൾ സഹായിക്കണം. അവൾ വരണം എന്നെങ്ങനെ പറയാം? ഷീ ഷുഡ് കം, അവൾ വരണം. അവൻ ക്ഷണിക്കണം എന്നെങ്ങനെ പറയാം? അവൻ ക്ഷണിക്കണം. ഹി ഷുഡ് ഇൻവൈറ്റ്, ഇൻവൈറ്റ് എന്നുള്ളതാണ് ക്ഷണിക്കുക എന്ന് പറയുന്നത്. ഹി ഷുഡ് ഇൻവൈറ്റ്, അവൻ ക്ഷണിക്കണം. നീ ചെയ്യണം എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡ് ഡു, നീ ചെയ്യണം. അതുപോലെ തന്നെ മസ്റ്റ് ചേർത്തിട്ട് പറയുകയാണെങ്കിൽ നീ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് വരിക. ചെയ്യണം എന്നുള്ള അർത്ഥം തന്നെയാണ് വരിക. പക്ഷെങ്കിൽ മസ്റ്റിനാമോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഊന്നിപ്പറയും. നീ ഉറപ്പായിട്ട് അത് ചെയ്യണം എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, എമർജൻസി ആയിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ ഈ മസ്റ്റ് ഉപയോഗിച്ച് പറയുന്നത്. അപ്പൊ നീ നിർബന്ധമായിട്ട് ചെയ്യണം എന്നെങ്ങനെ പറയാൻ പറ്റും? യു മസ്റ്റ് ഡു, നീ നിർബന്ധമായിട്ടും ചെയ്യണം. നീ വിളിക്കണം എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡ് കോൾ, നീ വിളിക്കണം. നീ നിർബന്ധമായിട്ടും വിളിക്കണം എന്ന് പറയാൻ പറ്റുക. യു മസ്റ്റ് കോൾ, നീ നിർബന്ധമായിട്ടും വിളിക്കണം എന്നുള്ള രീതിയാണ് വരുന്നത്. നമുക്കിതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതെന്ന് പറയുന്നത് നമുക്ക് സംസാരത്തിലൊക്കെ എന്ന് പറയുന്നത് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് മസ്റ്റ് എന്നുള്ളത്. കൂടാതെ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും. കാരണം ഇതിനെന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഒരു നിയമങ്ങളൊന്നും വരുന്നില്ല. മസ്റ്റ് ആണെങ്കിലും ഷുഡ് ആണെങ്കിലും പറയുന്നത് ആരെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. യുവോ ഷിയോ ഹിയോ ഇറ്റോ ആരമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരാൾ വരികയാണെങ്കിൽ ഒരു മാറ്റം വരും, അതുപോലെ തന്നെ രണ്ടാൾ വരികയാണെങ്കിൽ മാറ്റം വരിക, അങ്ങനെ ഒന്നുമില്ല ഇതിന്. അതുകൊണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ഷുഡും അതുപോലെ തന്നെ മസ്റ്റും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നീ അവിടെ പോകണം എന്നെങ്ങനെയാണ് പറയാ? യു ഷുഡ് ഗോ ദെയർ, നീ അവിടെ പോകണം. അവൾ നമ്മളെ സഹായിക്കണം എന്നെങ്ങനെ പറയാ? അവൾ നമ്മളെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് അസ്, അവൾ നമ്മളെ സഹായിക്കണം. അസ് എന്നുള്ളതാണ് നമ്മളെ എന്ന് പറയുന്നത്. ഷീ ഷുഡ് ഹെൽപ്പ് അസ്, അവൾ ഞങ്ങളെ സഹായിക്കണം. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഇപ്പോൾ അത് ചെയ്യണം എന്നെങ്ങനെയാണ് പറയാ? അവർ ഇപ്പോൾ അത് ചെയ്യണം. ദേ ഷുഡ് ഡു ഇറ്റ് നൗ, നൗ എന്നുള്ളതാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ദേ ഷുഡ് ഡു ഇറ്റ് നൗ, അത് അവർ ഇപ്പോൾ ചെയ്യണം. നമ്മൾ അവരെ സംരക്ഷിക്കണം എന്നെങ്ങനെ പറയാം? നമ്മൾ അവരെ സംരക്ഷിക്കണം. വി ഷുഡ് പ്രൊട്ടക്ട്
റെസ്പെക്ട് ദം, നമ്മൾ അവരെ സംരക്ഷിക്കണം. ഷുഡ് വെച്ചിട്ട് പറയുമ്പോൾ നോർമൽ ആയിട്ട് പറയുന്ന ഒരു രീതിയാണ്, അല്ലാതെ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പോൾ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ജസ്റ്റ് മസ്റ്റ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. യു മസ്റ്റ് ഗോ ദെയർ, ഷീ മസ്റ്റ് ഹെൽപ്പ് അസ്, ദേ മസ്റ്റ് ഡു ഇറ്റ് നൗ, വി മസ്റ്റ് പ്രൊട്ടക്ട് ദം. നമ്മൾ നിർബന്ധമായിട്ടും അത് ചെയ്യണം എന്നുള്ളതാണ്. എമർജൻസി ആയിട്ടുള്ള ഒരു ടൈമിനാണ് ഈ മസ്റ്റ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. അടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതണം എന്നെങ്ങനെയാണ് പറയുക? പൊരുതുക എന്ന് പറയുന്നത് ഫൈറ്റ് എന്നാണ് പറയുക. വി ഷുഡ് ഫൈറ്റ് ഫോർ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിന്. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ള അർത്ഥമാണ് വരിക. ഫോർ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പോരാടണം അല്ലെങ്കിൽ പൊരുതണം എന്നാണ് പറയുന്നത്. നീ അവരെ ബഹുമാനിക്കണം എന്നെങ്ങനെയാണ് പറയുക? നീ അവരെ ബഹുമാനിക്കണം. ബഹുമാനിക്കുക എന്ന് പറയുന്ന റെസ്പെക്ട് എന്നാണ് പറയുക. യു ഷുഡ് റെസ്പെക്ട് ദം, നീ അവരെ ബഹുമാനിക്കണം. അവൾ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നെങ്ങനെയാണ്? തീർക്കണം എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഷുഡ് കംപ്ലീറ്റ് ഹർ വർക്ക്, അവൾ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ തീർക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ നിയമങ്ങൾ പാലിക്കണം എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? നമ്മൾ നിയമങ്ങൾ പാലിക്കണം. വി ഷുഡ് ഫോളോ ദ റൂൾസ്. റൂൾസ് എന്നുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. വി ഷുഡ് ഫോളോ ദ റൂൾസ്, നമ്മൾ നിയമങ്ങൾ പാലിക്കണം. ഈ നോക്കിയ ഉദാഹരണം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുമ്പോൾ മസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഷുഡിന്റെ സ്ഥലത്ത് മസ്റ്റ് ചേർത്ത് കൊടുത്താൽ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ചില എമർജൻസി ആയിട്ടുള്ള ടൈമുകളിലൊക്കെയാണ് നമ്മൾ ഈ മസ്റ്റ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. വി മസ്റ്റ് ഫൈറ്റ് ഫോർ അവർ കൺട്രി, യു മസ്റ്റ് റെസ്പെക്ട് ദം, ഷീ മസ്റ്റ് കംപ്ലീറ്റ് ഹർ വർക്ക്, വി മസ്റ്റ് ഫോളോ അവർ റൂൾസ് എന്നുള്ള രീതിയിലായിട്ട് വരും. നമ്മളിപ്പോൾ നോക്കിയത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതാണ്. നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാം. ഇപ്പം പറഞ്ഞത് നീ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നീ പഠിക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡിന്റ് സ്റ്റഡി, നീ പഠിക്കണ്ട. ഷുഡ് നോട്ടിന്റെ ഷോർട്ടാണ് ഷുഡിന്റ് എന്ന് പറയുന്നത്. യു ഷുഡിന്റ് സ്റ്റഡി, നീ പഠിക്കണ്ട. അപ്പൊ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പഠിക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? യു മസ്റ്റിന്റ് സ്റ്റഡി, നീ നിർബന്ധമായിട്ടും പഠിക്കണ്ട. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. നീ വിളിക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡിന്റ് കോൾ, നീ വിളിക്കണ്ട. നീ സഹായിക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡിന്റ് ഹെൽപ്പ്, നീ സഹായിക്കണ്ട. അവൾ പഠിക്കണ്ട എന്നെങ്ങനെ പറയാം? ഷീ ഷുഡിന്റ് സ്റ്റഡി, അവൾ പഠിക്കണ്ട. അവൻ കഴിക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? ഹി ഷുഡിന്റ് ഈറ്റ്, അവൻ കഴിക്കണ്ട. നമ്മളിപ്പോ നോക്കിയ ജസ്റ്റ് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. അടുത്തെന്ന് പറയുന്നത് നമുക്ക് വലിയ വാക്കുകളാക്കിയിട്ട് എന്ന് പറയുന്നത് അതും സംസാരത്തിലൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. നീ ഇവിടെ വരണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? യു ഷുഡിന്റ് കം ഹിയർ, നീ ഇവിടെ വരണ്ട. അവർ എന്നോട് സംസാരിക്കണ്ട എന്നെങ്ങനെ പറയാം? ദേ ഷുഡിന്റ് ടോക്ക് ടു മീ, അവർ എന്നോട് സംസാരിക്കണ്ട. നമ്മൾ അവരെ സഹായിക്കണ്ട എന്നെങ്ങനെ പറയാം? നമ്മൾ അവരെ സഹായിക്കണ്ട. വി ഷുഡിന്റ് ഹെൽപ്പ് ദം, നമ്മൾ അവരെ സഹായിക്കണ്ട. അവൾ നമ്മുടെ കൂടെ വരണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ നമ്മുടെ കൂടെ വരണ്ട. ഷീ ഷുഡിന്റ് കം വിത്ത് അസ്, അവൾ നമ്മുടെ കൂടെ വരണ്ട. വിത്ത് എന്നുള്ളതാണ് കൂടെ എന്നാണ് പറയുന്നത്. അസ് എന്ന് പറയുന്നത് നമ്മൾ. വി ഷുഡിന്റ് ഷീ ഷുഡിന്റ് കം വിത്ത് അസ്, അവൾ നമ്മുടെ കൂടെ വരണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിർബന്ധമായിട്ടും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റ് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. മസ്റ്റ് നോട്ടിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് പറയാൻ പറ്റുന്നതാണ് മസ്റ്റിൻഡ് എന്ന് പറയാം. ഇതേ സ്ഥലത്ത് എന്ന് പറയുന്നത് മസ്റ്റിൻഡ് ചേർത്ത് കൊടുത്താൽ നിർബന്ധമായിട്ടും ചെയ്യണ്ട എന്നുള്ള രീതിയിലായിട്ടുള്ള കാര്യം പറയാൻ പറ്റുന്നതാണ്. നീ അവരെ അനുസരിക്കണ്ട എന്നങ്ങനെ പറയാൻ പറ്റും? നീ അവരെ അനുസരിക്കണ്ട. യു ഷുഡിന്റ് ഒബേ ദം, ഒബേ എന്നുള്ളതാണ് അനുസരിക്കുക എന്ന് പറയുന്നത്. യു ഷുഡിന്റ് ഒബേ ദം, നീ അവരെ അനുസരിക്കണ്ട. നീ അവളെ അനുവദിക്കണ്ട എന്നങ്ങനെ പറയാൻ പറ്റും? അനുവദിക്കുക എന്ന് പറയുന്ന അലോ ചെയ്യുക എന്ന് പറയും. യു ഷുഡിന്റ് അലോ ഹർ, നീ അവളെ അനുവദിക്കണ്ട. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. വി ഷുഡിന്റ് ഡിസ്റ്റർബ് ദം, ഡിസ്റ്റർബ് എന്നുള്ളതാണ് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത്. വി ഷുഡിന്റ് ഡിസ്റ്റർബ് ദം, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നീ അവരെ ഒഴിവാക്കണ്ട എന്നെങ്ങനെ പറയാൻ പറ്റുക? യു ഷുഡിന്റ് അവോയ്ഡ് ദം, അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. യു ഷുഡിന്റ് അവോയ്ഡ് ദം, നീ അവരെ ഒഴിവാക്കണ്ട. മസ്റ്റ് അതുപോലെ തന്നെ ഷുഡ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് സംസാരത്തിലേക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരത്തിലേക്ക് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഈ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഷുഡും അതുപോലെ തന്നെ മസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കാം.
അഥവാ നിങ്ങൾക്കൊരു സാഹചര്യം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ദിവസവും അരമണിക്കൂർ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ്. കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.